PMGയിൽ പ്രവർത്തിക്കുന്ന പ്രിസൈസ് കണ്ണാശുപത്രിയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ട്രിവാൻഡ്രം ഓഫ്താൽമിക് ക്ലബ്ബും സൈക്ലോ ട്രിവിയൻസും കൂടി ലോക ഗ്ലോക്കോമ വാരത്തോടനുബന്ധിച്ച് ഗ്ലോക്കോമ ബോധവൽക്കരണ സൈക്ലോത്തോൺ സംഘടിപ്പിക്കുന്നു. മാർച്ച് 16 രാവിലെ 6 മണിക്ക് കനകക്കുന്നിൽ നിന്നും ആരംഭിച്ച് ശംഖുമുഖത്ത് സമാപിക്കുന്ന പരിപാടിയിൽ പത്മശ്രീ IM വിജയൻ, ചലച്ചിത്ര താരം പാർവതി തിരുവോത്ത്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് ഇലക്ട് ഡോക്ടർ അനിൽകുമാർ ജെ നായക് എന്നിവർ മുഖ്യ അതിഥികളാകുമെന്ന് പ്രിസൈസ് കണ്ണാശുപത്രി ചെയർമാൻ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ അറിയിക്കുകയായിരുന്നു. ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അത് ഇന്ത്യയിൽ ഏതാണ്ട് 12 മില്യൺ ആളുകൾക്ക് ഗ്ലോക്കോമ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ കൂടുതൽ അൺഡിറ്റക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അറിയപ്പെടാത്ത ഗ്ലോക്കോമ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ഐ ചെക്കപ്പിലൂടെ മാത്രമേ ഇതിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് അങ്ങനെ നമ്മൾ കാഴ്ച സംരക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഗ്ലോക്കോമയുടെ പ്രിവെൻഷനും ട്രീറ്റ്മെൻറ്റിനുമായിട്ട്. അതിൻ്റെ ബോധവൽക്കരണത്തിന് വേണ്ടി പ്രിസൈസ് ഐ ഹോസ്പിറ്റലും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ട്രിവാൻഡ്രം ഓഫ്താൽമിക് ക്ലബ്ബും സൈക്ലോ ട്രിവിയൻസ് എന്ന സൈക്കിൾ കൂട്ടായ്മയും കൂടി നാളെ കനകക്കുന്ന് മുതൽ ശംഖുമുഖം വരെ ഒരു സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സൈക്ലത്തോണിൽ 500-ൽ കൂടുതൽ സൈക്ലിസ്റ്റുകൾ പങ്കെടുക്കുകയും അത് നമ്മളൊരു വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് നമ്മൾ നടത്തുകയും കൂടി ചെയ്യുന്നുണ്ട്. ഈ ഇതിൽ മുഖ്യാതിഥികളായിട്ട് വരുന്നത് ശ്രീ IM വിജയൻ, പത്മശ്രീ IM വിജയൻ, പിന്നെ ഫിലിം ആക്ട്രസ് ആയിട്ടുള്ള പാർവതി തിരുവോത്ത്, പിന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് ഇലക്ട് ഡോക്ടർ അനിൽകുമാർ ജെ നായിക് എന്നിവർ പങ്കെടുക്കും. കനകക്കുന്ന് മുതൽ ശംഖുമുഖം വരെയാണ്. 6 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശംഖുമുഖത്ത് എത്തിയിട്ട് ഇത് സമാപിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഗ്ലോക്കോമ ബോധവൽക്കരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു സന്ദേശം എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പ്രിവെൻറ്റീവ് ഐ ചെക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗ്ലോക്കോമ വരാൻ സാധ്യതയുള്ള കുറച്ച് പർട്ടിക്കുലർ ആൾക്കാരുണ്ട്. 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, പിന്നെ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷനുള്ള ആൾക്കാർ, ഫാമിലിയിൽ ഗ്ലോക്കോമയുടെ ഒരു ഫാമിലി ഹിസ്റ്ററി, നമ്മുടെ ബന്ധുക്കൾക്ക് അച്ഛനമ്മ ബ്രദേഴ്സ് സിസ്റ്റേഴ്സിന് ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ അവർക്ക്, അതുപോലെ സ്റ്റിറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക്, കണ്ണിൽ എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുള്ള ആളുകൾക്കൊക്കെ ഗ്ലോക്കോമ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ മാക്സിമം ഒരു പ്രിവെൻറ്റീവ് ഐ ചെക്കപ്പ് ചെയ്യുവാനും അതിലൂടെ ഇതിൻ്റെ ഈ അൺഡിറ്റക്റ്റഡ് ആയിട്ടുള്ള ഗ്ലോക്കോമ കണ്ടുപിടിക്കാനും നിങ്ങളുടെ നമ്മൾ മാക്സിമം ഈ ഒരു സന്ദേശം എല്ലായിടത്തും എത്തിച്ചാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. നിങ്ങളെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു.